ഇങ്ങോട്ട് വാ. ആ ഇതാ നിന്റെ മുറി. എങ്ങനുണ്ട്? തുറന്നു കിടക്കട്ടല്ലേ? ആ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ തണുത്തതോ അതോ ഹോട്ടോ? കളിയാക്കണ്ട. പണ്ട് ഞാനതിന് ഒട്ടും മോശമല്ലായിരുന്നു നിനക്കറിയാലോ. പിന്നെ ഞാനത് എന്നേക്കുമായി വേണ്ടെന്ന് വെച്ചു. ഞാനും അങ്ങനെ തന്നെ. അപ്പം ചായ എടുക്കല്ലേ? ശരി. നല്ല കുട്ടനായിട്ട് എഴുന്നേറ്റേ. ഉടുപ്പിട്ടിട്ട് നമുക്ക് എവിടെയൊക്കെയാ പോണ്ടത്? പുറത്തു പോണ്ടേ? നല്ല കുട്ടനാ. പതുക്കെ പതുക്കെ. വാവ്, നൈസ് ഉടുപ്പാ കുട്ടന്റെ. നേരെ നിന്നെ കുട്ട, നൈസ് ഉടുപ്പാ. യു ലൈക്ക് ദിസ്? നീ താഴോട്ടിയല്ലേ? നന്ദൻ ഒരു ചായ വേണോന്ന് പറഞ്ഞു. ജാനയമ്മയ്ക്ക് കൈവയ്യാത്തല്ലേ? ചായ വേണോന്ന് പറഞ്ഞു. ജാനയമ്മയ്ക്ക് കൈവയ്യാത്തല്ലേ? അതൊന്നും ജാനകിയമ്മയ്ക്ക് പ്രശ്നമല്ല. രണ്ടു കൈയും സ്വാധീനം ഉള്ളവരെക്കാട്ടി നന്നായിട്ട് അവര് ജോലി ചെയ്യും. ചായ കുടിക്കേ കുഞ്ഞെ. ഞാൻ നീ വിചാരിക്കുന്ന ആള് തന്നെയാ, അശ്വിന്റെ അമ്മ. പക്ഷെ മോനിത് അവരോട് പറയരുത്. ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. സമയം കിട്ടുമ്പോ ഞാൻ മോനോടെല്ലാം പറയാം, കേട്ടോ? ജാനകിയമ്മ വന്നതിന് ശേഷം കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടത്തേയില്ല. പേരിന് വേണ്ടി അവരൊന്ന് അടുത്ത് വന്നിട്ട് പോയി കളയും. അവരെ കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടാ. ആ, നീ ചായ കുടിക്കും, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അമേരിക്കയിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഏരിയ താമസിക്കുന്നത്. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ മുടിഞ്ഞ ടാക്സാ. ഈ ബംഗ്ലാവ് ഞാനൊരു സായിപ്പിന്റെ വാങ്ങിയതാ കേട്ടോ. ഈ പഴയ ഫർണിച്ചറും ലൈബ്രറിയും ആന്റിക്സും ഒക്കെ ചേർത്ത് വാങ്ങിയതാ. ഈ ചുവരിലിരിക്കുന്ന ചിത്രങ്ങൾ മാത്രം എടുത്തു കളഞ്ഞില്ല. എന്തോ എനിക്കതിന് മനസ്സ് വന്നില്ല. പിന്നെ ഈ പിയാനോ മാത്രം അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. സായിപ്പിന്റെ ഭാര്യ മാർഗരറ്റ് ഉപയോഗിച്ചിരുന്നതാ. ഞാനവരെ ചികിത്സിച്ചിട്ടുണ്ട്. മരിക്കാൻ കിടന്ന നേരത്തും അവർക്ക് സംഗീതം കേൾക്കണമായിരുന്നു. മക്കളൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ ആ പാവം സ്ത്രീ ഹസ്ബൻഡും തനിച്ച ഈ വലിയ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നത്. ഒരിക്കൽ അവരെന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അന്നാണ് ഞാൻ ഈ വീട് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് രാത്രി വളരെ ഇരുട്ടുന്നവരെ മാർഗരറ്റ് പിയാനോ വായിച്ചു. അത് കേട്ട് പുറത്ത് തടാകത്തിന്റെ ഓളങ്ങളിൽ നിലാവിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അയ്യോ, സാഹിത്യം സാഹിത്യം. നന്ദാ, വേണോട്ടും ചെലപ്പോ ഇങ്ങനെയാ. ഞാനായതുകൊണ്ട് കൊള്ളാം, എല്ലാം അങ്ങ് സഹിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ദുഃഖം കേൾക്കാൻ വേണുവേട്ടന് ഇരുന്നു കൊടുത്തു, അത്രേ ഉള്ളൂ. അവരുടെ സ്വന്തം മക്കളെക്കാൾ കാര്യമായിട്ടാണ് വേണുവേട്ടനെ അവർ സ്നേഹിച്ചത്. ബർത്ത്ഡേക്ക് അയച്ചു കൊടുക്കുന്ന 2 ഗ്രീറ്റിംഗ് കാർഡിന്റെ ബന്ധം മാത്രമേ അവസാനം അവർക്ക് മക്കളുമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ രാധിയോട് പറയും, വേഗം പിയാനോ പഠിച്ചോളാൻ. മക്കള് വളരുമ്പോ ഇവിടുത്തെ പിള്ളേരെ പോലെ എങ്ങാനും നമ്മളെ കളഞ്ഞിട്ട് പോയാ അന്ന് നമുക്ക് നിലാവുള്ള രാത്രിയിൽ മാർഗരറ്റിനെ പോലെ പിയാനോ വായിച്ച് നേരം വെളുപ്പിക്കാവുന്നല്ലേടി. കണ്ടോ നന്ദ, ഒടുവിൽ എനിക്കുള്ള മറുപടിയും തന്നു. ഈ വേണുവേട്ടനോട് പറഞ്ഞു ജയിക്കാൻ ആർക്കും കഴിയില്ല. ഈ ജാനകിയമ്മ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? കുട്ടികളെ നോക്കാൻ തീരെ സമയമില്ലാതെ വന്നപ്പോ പത്രത്തിൽ ഞങ്ങളൊരു പരസ്യം കൊടുത്തു. ഒരുപാട് പേര് മറുപടി അയച്ചു. പക്ഷെ ടെലിഫോണിലൂടെ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചത് ജാനകിയമ്മ മാത്രമായിരുന്നു. അവരുടെ ഒരു കൈക്ക് സ്വാധീനക്കുറവുണ്ടെന്നും ശമ്പളം വേണ്ടെന്നും
കുട്ടികളെ നോക്കാൻ വളരെ താല്പര്യമാണെന്നൊക്കെ തുറന്ന് സംസാരിച്ചു. എന്തോ അവരുടെ സംസാരത്തിൽ ഒരു ആത്മാർത്ഥത തോന്നി. അങ്ങനെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഒടുക്കം ശമ്പളം വാങ്ങിക്കാന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. വന്നിട്ടിപ്പോ കഷ്ടിച്ച് 1 മാസേ ആകുന്നുള്ളൂ. എങ്കിലും അവരിപ്പോ ഇവിടുത്തെ ഒരു അംഗത്തെ പോലായി. ബന്ധുക്കളായിട്ട് ആരുമില്ലെന്നാ പറഞ്ഞേ. ഭർത്താവ് മരിച്ചുപോയി. ഏതായാലും കള്ളത്തരൊന്നുമില്ല. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കും. വേണുവേട്ടാ, ഈ ജാനകിയമ്മ തനിച്ചിങ്ങനെ ഓരോ ജോലി ചെയ്യരുതെന്നൊന്ന് പറഞ്ഞു വിലക്കണേ. ഞാൻ പറഞ്ഞു മടുത്തു. ഞാനിത് എന്റെ വീടായിട്ടേ കരുതിയിട്ടുള്ളൂ. എനിക്കിതൊന്നും അത്ര വിഷമമുള്ള കാര്യമല്ലല്ലോ. കേട്ടോ എന്താ, ഗസ്റ്റുകൾ വരുന്നത് ജാനകിയമ്മയ്ക്ക് വലിയ ഇഷ്ടാ. അതെ, പകല് മക്കളെ ഉറക്കിയിട്ട് ആരെങ്കിലും ഒരു കൂട്ടുള്ളത് നല്ലതെന്നാ പറയുന്നത്. ഇത് കുറച്ച് വെക്കട്ടെ. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് നന്ദൻ ഇവിടെ ഉണ്ടല്ലോ. ഡോക്ടറോട് ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഒരു ഐശ്വര്യം. ഇതേ കണ്ടോ, ജാനകിയമ്മ വിളമ്പി തരാനും റെഡി. ജാനകിയമ്മ പോയി കിടന്നോളൂ, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം. എനിക്ക് ആന്റി തന്നാ മതി. തരാം. ആന്റി ആന്റി എനിക്ക് ആന്റി തന്നാ മതി. വേണ്ട, ഞാൻ തരുന്നത് കഴിച്ചാ മതി. ജാനകിയമ്മ പൊയ്ക്കോളൂ. നന്ദ, നിന്റെ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഊര് ചുറ്റി നടക്കുന്ന എനിക്കെന്ത് പ്രോഗ്രാം? തോമാച്ചൻ വന്ന എനിക്കൊരു പരിപാടിയുണ്ട്. ഒരു ദൂരയാത്ര. അപ്പിലച്ചി പർവ്വതങ്ങളുടെ താഴെ കുറച്ചുനാൾ തങ്ങണം. തോമാച്ചൻ അവിടെ ഏതൊക്കെയോ കണക്ഷനുണ്ട്. പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. അവിടെ താമസിച്ച് കുറച്ച് വരയ്ക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് ന്യൂയോർക്കിലെത്തി അത് എക്സിബിറ്റ് ചെയ്യണം. പിന്നെ അത് വിറ്റ് കിട്ടുന്ന കാശുമായിട്ട് സ്ഥലം വിടണം. അത് തന്നെ പരിപാടി. കൊള്ളാം. നോക്കട്ടെ, ഞങ്ങൾ ലീവ് എടുത്ത് നിന്റെ കൂടെ അപ്പിലാച്ചി വരെ വരാം. ആ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ നന്ദ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അതെനിക്കറിയാലോ. നന്ദനെ കാണുന്നില്ലല്ലോ. ജനമേ, ഞങ്ങൾ ഇറങ്ങാം. നന്ദന് വേണ്ട എന്താന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടേ. ശരി.